ഗെയ്സ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ഗെയ്സ് നമ്മൾ രാവിലെ തന്നെ അങ്ങ് കുളിക്കുമായിരുന്നു കേട്ടോ ഗായ്സ്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ കുളിച്ച് ഫ്രഷ് ആയേക്കാം ഗായ്സ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ കുളിച്ചങ്ങ് ഫ്രഷ് ആയേക്കാം ഗെയ്സ്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആയേക്കാം ഗെയ്സ്. ഇനി നമുക്ക് നേരെ നമ്മുടെ അകത്തോട്ട് പോവാട്ടോ കേസ്. നമുക്ക് നേരെ ഓടി അകത്തോട്ട് പോവാം കേസ്. നമ്മൾ ഡ്രസ്സൊക്കെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഈ ടി വിയുടെ അടിയിലുള്ള കമോഡിലാണ്. എന്തായാലും നമുക്ക് ആ ഡ്രസ്സൊക്കെ എടുത്ത് അങ്ങ് ഇട്ടേക്കാം കേസ്. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട് ഗെയ്സ്. ഈ സമയത്ത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് അടിച്ചിട്ട് ഹൈപ്പ് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഗെയ്സ്. എന്തായാലും ലൈക്ക് കൊടുക്കുക, പിന്നെ ഹൈപ്പ് കൊടുക്കുക. ഈ സാറ് വിളിക്കുന്നു. ഹലോ, ആരാ വിളിക്കുന്നത്? ഞാൻ കേണലാ. എൻ്റെ മിലിറ്ററി ബേസിലോട്ടൊന്ന് വാ. ശരി കേണലെ. ഗായ്സ്, നമ്മളെ വിളിച്ചേന്ന് വെച്ചാൽ ഇല്ലേ, നമ്മുടെ കേണലാണ് ഗെയ്സ്. നമ്മുടെ കേണൽ സാറാണ് വിളിച്ചത്. മിലിറ്ററി ബേസിലോട്ടൊന്ന് ചെല്ലാനാണ് പറഞ്ഞത് ഗെയ്സ്. നമ്മുടെ ബൈക്ക് ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് ഗെയ്സ്. നമുക്ക് എന്തായാലും ബൈക്കിൽ കയറാട്ടെ ഗെയ്സ്. എന്തായാലും നമ്മൾ ഫേവറായി ബൈക്കിലങ്ങ് ഇരുന്നിട്ടുണ്ട് കേട്ടോ കേസ്. ഇനി നമുക്ക് പെട്ടെന്ന് വിടാട്ടെ ഗിടികളെ കേസ്. നമുക്ക് പെട്ടെന്ന് വിടാട്ട കേസ്. നമ്മൾ ഏകദേശം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വേണം ഒരു ജെറ്റ് പാക്ക് എടുക്കണമെന്നാണ് കേണൽ പറഞ്ഞത്. എന്തായാലും നമുക്ക് ജെറ്റ് പാക്കൊക്കെ എടുക്കാം കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് കേണൽ പറഞ്ഞത്. എന്തായാലും ഉള്ള സ്ഥിതിക്ക് എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാട്ടാ ഗെയ്സ്. നമ്മൾ പിടപ്പിച്ച് വിടുന്നുണ്ട് കേസ്. നമുക്ക് ഈ ബൈക്ക് ഇങ്ങോട്ടങ്ങ് സൈഡേക്ക് ആക്കി അങ്ങ് വെക്കാട്ടാ ഗെയ്സ്. നമുക്ക് സാറിനോട് ചോദിക്കാം. സാറേ, അകത്ത് സുഗുണൻ സാറുണ്ടോ? സുഗുണൻ സാറുണ്ട്, ചെന്ന് നോക്ക് സാറ്. സുഗുണൻ സാർ അകത്തുണ്ടെന്നാണ് പറഞ്ഞത്. സുഗുണൻ സാറേ, സുഗുണൻ സാർ, സുഗുണൻ സാറേ, സുഗുണൻ സാറേ, സുഗുണൻ സാറേ, എവിടാ ജെറ്റ് പാക്ക് കിടക്കുന്നത്? ജെറ്റ് പാക്ക് എവിടെ ആയിട്ടാണ് കിടക്കുന്നതെന്ന് പറയാവോ? ജെറ്റ് പാക്കോ? അത് ബാക്കി കിടപ്പുണ്ടടാ, പോലീസ് സ്റ്റേഷന്റെ ബാക്കി. ഗായ്സ്, പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നേരെ ബാക്കിലോട്ട് പോവാട്ട ഗൈസ്. എന്തായാലും അതിനു മുമ്പ് വെപ്പൺ മേടിക്കാനാണ് പറഞ്ഞത് സാറേ. വെപ്പൺ ഗായ്സ്. അങ്ങനെ നമ്മൾ ഈ സാറിൻ്റെ കയ്യിൽ നിന്ന് വെപ്പണൊക്കെ മേടിച്ചിട്ടുണ്ട്. മിലിറ്ററി കേണലാണ് ഇവരുടെ ഏൽപ്പിച്ചത്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ജെറ്റ് പാക്കിലോട്ട് കയറാം കേട്ടോ ഗൈസ്. ഇത് ഓട്ടിക്കാൻ എനിക്കധികം അറിയത്തില്ല. എന്തായാലും ഓട്ടിച്ച് നോക്കാം ഗൈസ്. കേണൽ പറഞ്ഞ എളുപ്പമാണെന്നാണ് ഗൈസ്. എന്തായാലും ഓട്ടിക്കുന്നുണ്ട് ഗൈസ്. ഇത് എളുപ്പം തന്നെയാണ് ഗൈസ്. ബൈക്കൊക്കെ ഓട്ടിക്കുന്ന പോലെ ഉള്ളു, വലിയ പാടില്ല ഗൈസ്. എന്തായാലും നമ്മുടെ കടലിലാണ് കേണൽ ബേസ് സെറ്റ് ചെയ്തതെന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ കടലിലാണല്ലോ, നമ്മുടെ കപ്പൽ ബേസാണ് ഗൈസ്. അവിടെ മിലിറ്ററിയുടെ കുറേ വണ്ടിയൊക്കെ കാണും ഗൈസ്. എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ട് പോവാട്ടാ ഗൈസ്. നമ്മൾ പിടപ്പിച്ച് നേരെ അങ്ങോട്ട് വിടുന്നുണ്ട് ഏട്ടാ ഗൈസ്. നമുക്ക് നേരെ പിടപ്പിച്ച് അങ്ങോട്ട് വിടാം ഗൈസ്. ഈ വണ്ടിക്ക് കുറച്ച് സ്പീഡൊക്കെ കുറവാണ് ഗൈസ്. എന്തായാലും ഈ സമയത്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് അടിക്കണേ. നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ് ഗൈസ്. എന്തായാലും സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഗൈസ്. നമ്മൾ ഡെയിലി 7 മണിക്കാണ് വീഡിയോ ഇടുന്നത് ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ ഗൈസ്. എന്തായാലും നമുക്ക് നേരെ പെവറായിട്ട് അങ്ങോട്ടങ്ങ് പറന്ന് പോവാട്ടെ ഗൈസ്. നമ്മൾ നേരെ ആണെങ്കിൽ പെവറായിട്ട് പറന്നതാ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇവിടെ നിന്ന് മിസൈലൊക്കെ വീഴുന്നുണ്ട് ഗൈസ്. അയ്യോ ഗൈസ്, വേറെ അമേരിക്കൻ പട്ടാളക്കാർ വന്ന് അറ്റാക്ക് നടത്തുന്നു ഗൈസ്. അയ്യോ ഗൈസ്, ഈ ബേസിൽ നമ്മുടെ അമേരിക്കൻ പട്ടാളക്കാർ വന്ന് അറ്റാക്ക് നടത്തുന്നു ഗൈസ്. അമേരിക്കൻ പട്ടാളക്കാർ, അയ്യോ ഗൈസ്, എൻ്റെ ദേഹത്തൊക്കെ അവർ വെടിവെക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് അവരെ എങ്ങനെയെങ്കിലും തോൽപ്പിച്ചേ പറ്റൂ. അതിനുവേണ്ടി നമുക്ക് നേരെ ചാടാട്ടോ ഗൈസ്. നമ്മൾ ചാടാൻ പോവാണ് ഇവിടുന്ന് ഗൈസ്. ഇവന്മാർ ചാടാനും സമ്മതിക്കുന്നില്ലല്ലോ, വല്ലാത്ത വെടി തന്നെ. അയ്യോ ഗൈസ്, ഞാൻ എന്താ ചാടി, അമ്മച്ചിയെ തലയിടിച്ച് വീണേ ഗൈസ്. ഇനി മിസൈൽ വിടുമോയെന്ന് അറിയത്തില്ല. അമ്മേ ഗൈസ്, കുറേ മിസൈൽ വിടുന്നുണ്ട് ഗൈസ്. അയ്യോ, എൻ്റെ ബോധം പോയേ ഗൈസ്. ഇതേതാ സ്ഥലം ഗൈസ്? നമ്മളെ അമേരിക്കൻ പട്ടാളക്കാരെന്തോ സയൻസ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നമ്മൾ റോബ്ലോക്സിൽ ആളായി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് ഏതാ സ്ഥലം ഗൈസ്? റോബ്ലോക്സിലെ ഏതോ സ്ഥലമാണെന്നാണ് തോന്നുന്നത്. സർവൈവൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്.
എന്തോ വരാനാണെന്ന് അറിയത്തില്ല. ഇവിടെ ഇതൊരു ചിൽഡ്രൻസ് പാർക്ക് പോലൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ എന്തോ പ്രശ്നം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഗൈസ്. അത് നമുക്ക് ഉടനെ കണ്ടെത്തിയേ പറ്റൂ. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നേരെ ഇവിടുന്ന് മേപ്പോട്ട് പോവാം കേട്ടോ ഗൈസ്. നമുക്ക് ഈ മേളിൽ കയറി നിന്ന് നോക്കാം ഗൈസ്. ഇവിടെ എന്തോ ഗൈസ് ഇങ്ങനെ കുലുങ്ങുന്ന. അയ്യോ ഗൈസ്, ഇവിടെ സുനാമി വരുന്ന സ്ഥലമായിരുന്നു ഗൈസ്. നമ്മളത് അറിഞ്ഞില്ല ഗൈസ്. നമ്മളെ മിലിറ്ററിക്കാർ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിനെ കണ്ടോ, റോബ്ലോക്സിൽ ആളെ പോലാക്കി മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഇനി എന്ത് ചെയ്യും ഗൈസ്? ഇവിടുന്ന് എങ്ങനെയെങ്കിലും സർവൈവ് ആയി നമ്മുടെ ഇന്ത്യ ബൈക്ക് എത്തിയേ പറ്റൂ ഗൈസ്. നമ്മുടെ ഇന്ത്യൻ ബൈക്ക് സിറ്റി എത്തിയേ പറ്റൂ, അല്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. അയ്യോ ഗൈസ്, ഞാൻ എന്താ സുനാമി അടിച്ചു വീണ് ഗൈസ്. വൻ സുനാമിയാണ് ഇവിടെ വരുന്നത് ഗൈസ്. നമുക്കെങ്കിലും ഹൈറ്റുള്ള സ്ഥലത്ത് പോയി ഇരിക്കണം, അല്ലെങ്കിൽ സുനാമി നമ്മളെ അടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും ഗൈസ്. നമുക്ക് ഇതിനെ മേളിൽ വലിഞ്ഞു കയറാം ഗൈസ്. ഇതിനെ മേളിൽ വലിഞ്ഞു കയറാം ഭയങ്കര പാടാണ് കേട്ടോ ഗൈസ്. അയ്യോ ഗൈസ്, എങ്ങനെയെങ്കിലും കയറിയേ പറ്റൂ ഇതിൻ്റെ മണ്ടയ്ക്ക്. അയ്യോ സുനാമി ഗൈസ്, അമ്മേ ഗൈസ്. നമ്മൾ വെള്ളത്തിൽ വീണ്, എന്തായാലും ഒന്നും പറ്റിയില്ല, പെട്ടെന്ന് തന്നെ വെള്ളം അങ്ങ് പോയി ഗൈസ്. ഇനി സുനാമി വരാൻ സാധ്യതയുണ്ട് ഗൈസ്. നമുക്ക് ഒത്തിരി ഹൈറ്റ് കൂടിയെടുത്ത് കയറി നിന്നില്ലെങ്കിൽ നമ്മൾ സുനാമി വന്ന് അടിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും. നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറി നിൽക്കാം. അയ്യോ ഗൈസ്, സുനാമി ഇപ്പോൾ വരും ഗൈസ്. നമുക്ക് ടോപ്പിലോട്ട് വലിഞ്ഞു കയറാം. അയ്യോ ഗൈസ്, ഞാൻ താഴെ വീണിരിക്കുന്നു. നമുക്ക് ചാടിക്കളിക്കാം. അമ്മച്ചി തലയിടിച്ച് വീണേ ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ കുറേ വെട്ടം തലയിടിച്ച് വീഴുന്നുണ്ട് ഗൈസ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ ഗൈസ്. എന്തായാലും ഗൈസ് നമ്മൾ കുറേ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് പഴയൊരു ചാനലുണ്ടായിരുന്നു, ശ്രീരാഗ് ഗണപതിയടാ. അത് നമ്മൾ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ ഗൈസ് ഞാൻ അവിടെ പെട്ടിരിക്കുവാണ് ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? എനിക്കറിയത്തില്ല എന്ത് ചെയ്യുമെന്ന്. അയ്യോ ഗൈസ്, ഇത് കണ്ട ഗൈസ്. നമുക്ക് നേരെ അടുത്ത സ്ഥലത്തോട്ട് പോയി എവിടെയെങ്കിലും ഇരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഇവർ കൊല്ലുന്നതായിരിക്കും ഗൈസ്. സുനാമി ഒന്ന് നമ്മളെ കൊല്ലും ഗൈസ്. നമുക്ക് ഇതിൻ്റെ മേളിൽ കയറിയിരിക്കാം, എന്നാൽ സുനാമിന്ന് സർവൈവ് ചെയ്യാൻ പറ്റും ഗൈസ്. നമ്മൾ ഈ ടോപ്പിൽ കയറി നിന്നിട്ടുണ്ട്. ഇത്രയും പൊക്കത്തേക്ക് നിന്നാൽ സുനാമി എന്തായാലും വരത്തില്ല ഇങ്ങോട്ട് ഗൈസ്. ദാ വന്നിട്ടുണ്ട് ഗൈസ് സുനാമി ഗൈസ്. നമ്മൾ നേരത്തെ നിന്ന് എല്ലാ സ്ഥലവും മുങ്ങിപ്പോയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ താഴോട്ട് പാട്ട ഗൈസ്. നമുക്കിവിടെ ഒന്ന് ചാടി കളിച്ച് നോക്കാം ഗൈസ്. നമ്മുടെ ഈ വീഡിയോ ഇച്ചിരി കഴിയുമ്പോൾ എൻഡ് ചെയ്യുന്നതായിരിക്കട്ടെ ഗൈസ്. എന്തായാലും ഗൈസ് ഇതിൻ്റെ മണ്ട കയറിയിരിക്കാം. ഇപ്പോൾ അടുത്ത സുനാമി വരുമെന്നാണ് തോന്നുന്നത് ഗൈസ്. വരട്ടെ സുനാമി ഗൈസ്. ഈ സുനാമി വരാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. സുനാമി വന്നിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇറങ്ങി പോകുന്നുണ്ട് സുനാമി ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം സർവൈവായി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ഇട്ട് പോകണം നമ്മുടെ സിറ്റിയിലോട്ട് ഗൈസ്. നമ്മുടെ അമേരിക്കൻ പട്ടാളക്കാർ നമ്മളെ എന്തോ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ് ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക ഗൈസ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ഇതിലും കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരേക്കും. Until next time, take care. Bye bye guys.